അമ്മച്ചീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സൂപ്പർ സപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ്, അല്ലേ? മെയിൻ അതിഥി ഇതാ കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇത് ഒരു 6-7 മാസം 5-6 മാസം മുമ്പേ ഉണക്കി വെച്ച പച്ചച്ചക്ക ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ സെപ്റ്റംബർ മാസം അവസാനമായപ്പോഴും ചക്ക തിന്നണമെന്ന് തോന്നിയെങ്കിൽ തന്നെ ഇതാണ് ഇന്ന് നമ്മൾ സൂപ്പറായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അപ്പം രാവിലെ മക്കൾ വന്നിട്ടുണ്ടേ, ഒരു ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ബാക്കി ഇത്രയും ഉണ്ട്. പിന്നെ അപ്പം ചക്കയും വേണം, മീൻ വാങ്ങിയാൽ തലയെല്ലാം കൂടെ കറി വെച്ചതാണ് കേട്ടോ, തലയും മുള്ളും എല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇതും അങ്ങ് ചേരും, ഇതും അങ്ങ് ചിലവാകും. 4 മണിക്കത്തെ പഴത്തിൻ്റെ ബാക്കിയാണ്. പിന്നെ ഇത് അപ്പം അവർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിള്ളേർക്ക് പെറോട്ട വാങ്ങി, ഞങ്ങൾക്ക് ചക്ക മതി. അപ്പം പെറോട്ടയും അതിൻ്റെ കറിയാണ്. അപ്പം രാവിലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ബാക്കിയാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു മിക്സഡ് ബിരിയാണിയാണ് കേട്ടോ. ഇത് ഒരു സിമ്പിളാണ്, ഒറ്റ പാത്രം മതി ഉണ്ടാക്കാനും കേട്ടോ. നമ്മൾ മറ്റേ 2-3 എണ്ണത്തിലും ഉണ്ടാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണല്ലോ പതിവ്. അപ്പോൾ ഇത് മിക്സഡാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ടേസ്റ്റിയാണ്. പിന്നെ ഇതെന്തോ അത് നിങ്ങൾ വിചാരിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മുട്ട വന്നു, അത് കളയണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങളത് ഞങ്ങളെന്നല്ല ഒരു തേങ്ങയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് കരിവേപ്പില ഇട്ട് കുരുമുളക് പൊടി ഇട്ട് എല്ലാം ഒലത്തി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതെല്ലാം അങ്ങ് ചിലവായിക്കോളൂ. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിനും കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.